ഞാൻ ഡോക്ടർ എം.പി. മണി. ഒരുപാട് കൊല്ലങ്ങളായി ഓരോ മഴക്കാലത്തും പല പേരുകളിലുള്ള പകർച്ചപ്പനികൾ മലയാളികളെ വിറപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ പല പകർച്ചപ്പനികളുടെ മുമ്പിലും വൈദ്യശാസ്ത്രം അന്ധാളിച്ച് നിൽക്കുവാനുണ്ടായിട്ടുണ്ട് കേരളത്തിൽ. നമ്മൾ കേരള ബോർഡിന് ആരോഗ്യം പാടിപ്പോയി തുറന്നൊരു കാലം ഉണ്ടായിരുന്നു എന്നുകൂടെ ഓർക്കണം ഈ കാലഘട്ടത്തിൽ. അപ്പോൾ ഈ എല്ലാ വൈറസുകളാണ്, ബാക്ടീരിയകളാണ്, ഒരുപാട് അണുബാധകളാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ പ്രവർത്തിക്കുന്ന ഘടകം. അത് എല്ലാവർക്കും അറിയാം, എല്ലാവരും പറയാറുള്ളതുമാണ്. അപ്പോൾ ഈ അണുബാധകളുടെ കാര്യം പറയുമ്പോൾ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കറിയാം ഈ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്റർ അകത്തുള്ള ശത്രു സൈന്യത്തെ, അവരുടെ പടക്കോപ്പുകളെ എല്ലാം എത്രയോ കിലോമീറ്റർ അകലെ നിന്ന് ആയുധങ്ങളായിട്ട് നശിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ശാസ്ത്രലോകത്തുണ്ട്. ഇപ്പം സാങ്കേതിക വിദ്യകൾ അത്രമാത്രം വികസിച്ചിട്ടുണ്ട്. പക്ഷേ സ്വന്തം വീടിൻ്റെ പരിസരത്തുണ്ടാകുന്ന കൊതുകിനി, ബീച്ചേരി, എലിയെ നശിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല. എന്നാലോചിച്ച് നോക്കുക, വിരോധാഭാസം. അപ്പോൾ ഈ രോഗങ്ങൾ ഉണ്ടാകുന്നത് സൂക്ഷ്മാണു ജീവികളാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിനെ നശിപ്പിക്കാൻ നമുക്ക് ആർക്കും കഴിയുന്നില്ല. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്. അതും ഈ പ്രബുദ്ധ കേരളത്തിൽ ഈ രോഗാണുക്കൾ നശിപ്പിക്കുക, അല്ലെങ്കിൽ ഈ രോഗങ്ങൾ വരാതിരിക്കുക, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, ഇത്തരം കാര്യങ്ങളിൽ ഈ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഈ രോഗങ്ങൾ ഉണ്ടായാൽ അത് വേഗം രോഗശമനം നേടാനും നമ്മൾ പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം കുടിവെള്ളമാണ്. ഈ കുടിവെള്ളം ശുദ്ധമായിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തം പോലുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാതിരിക്കാൻ. ഒരു കാലത്ത് കേരളം ശുദ്ധജലത്തിൻ്റെ കാര്യത്തിൽ അതിസമ്പന്നമായിരുന്നു. ഇപ്പം ചിത്രം മാറി. ഇപ്പോൾ ഈ അതിനിടയ്ക്ക് എവിടേക്കോ നമുക്ക് കുടിവെള്ളക്ഷാമം ഉണ്ടായി ഈ രാജ്യത്ത്, കേരളത്തിൽ. അപ്പോൾ എന്തുകൊണ്ട് കുടിവെള്ളക്ഷാമം ഉണ്ടായത് ശാസ്ത്രീയമായി പഠിക്കാൻ ഇവിടുത്തെ ഭരണാധികാരികളോ വിദഗ്ധരോ മെനക്കെട്ടില്ല. ഇവിടെ കുടിവെള്ളക്ഷാമം ഉണ്ടാകാനുള്ള യഥാർത്ഥ കാരണം കൃഷി ഇല്ലാതായതാണ്. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഈ ഇല്ലെങ്കിൽ ആ കൃഷിയുള്ള കാലം മുഴുവൻ ഈ വെള്ളം കെട്ടിക്കിടക്കും ഈ പാടശേഖരങ്ങളിൽ. ഇത് ഇറങ്ങിപ്പോയിട്ടാണ് നമ്മുടെ ഭൂഗർഭജലം നില ഉയരുന്നത്. നമ്മളുടെ പല കാരണങ്ങൾ, രാഷ്ട്രീയ, സാമൂഹ്യ ഒരുപാട് കാരണങ്ങളാണ് നമുക്ക് കൃഷി ഇവിടെ ഇല്ലാതായിപ്പോയി, വളരെ കാര്യമായിട്ട് ഇല്ലാതായിപ്പോയി ഒരുപാട്. അതിൻ്റെ ഫലമായിട്ടാണ് സത്യത്തിൻ്റെ ഈ ഭൂഗർഭജലം കുറഞ്ഞത്. പക്ഷെ ഇവിടെ ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കിണറുകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മളെല്ലാം ഭൂഗർഭജലമാണ് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം ഇത്രമാത്രം കിണറുകൾ ഈ ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്തും ഇല്ല. അപ്പോൾ ഇവിടെ ജലക്ഷാമം വന്നപ്പോൾ ഭൂഗർഭജലം കുറഞ്ഞപ്പോൾ നമ്മുടെ കിണറുകളിലെ വെള്ളം കുറഞ്ഞു. കിണറുകളിലെ വെള്ളം കുറഞ്ഞപ്പോൾ ഇവിടെ പരിഹാരം കാണാൻ നമ്മുടെ ഭരണാധികാരികൾ കണ്ട തടയണകൾ കെട്ടലാണ്. ഈ ഭാരതപ്പുഴയുടെ തീരത്തോടെ നമ്മൾ കുറച്ച് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ നമുക്കൊരു കാര്യം കാണാൻ കഴിയും. ഒരുപാട് തടയണകളുണ്ട്. ഈ തടയണകൾ എക്കോ ഫ്രണ്ട്ലി അല്ല എന്ന് പല വിദഗ്ധരും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് നമ്മുടെ ആ പരിസരത്തുള്ള കിണറുകളിൽ എത്തുന്നത്. ഇത് മുഴുവൻ രോഗാണുക്കളാണ്. നമ്മുടെ ഈ തടയണകളിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മുഴുവൻ രോഗാണുക്കളാണ്. അതിന് ഒരുപാട് പേര് കുളിക്കുന്നു ദിവസം. അപ്പോൾ ഇവിടെ വരുന്ന ഭീകരതയുടെ രൂപം എന്ന് പറയുന്നത് അശാസ്ത്രീയമായ ആസൂത്രണം, ആ ആസൂത്രണ പദ്ധതികൾ നടപ്പിലാക്കലുമാണ്. നമ്മുടെ ഭൂഗർഭജലത്തിൽ, നമ്മുടെ കിണറുകളിലേക്ക് വെള്ളത്തിൽ അമ്ലത ഒരുപാട് ഉയരത്തിലാണ്, നമ്മളുടെ നില കൂടുതലാണ് ഇത്രയും. അപ്പോൾ രോഗാണുക്കളുടെ കാര്യം പറയാനില്ല. അപ്പോൾ ഇതൊന്നും വേണ്ട രീതിയിൽ ശുദ്ധീകരിക്കാനോ അല്ലെങ്കിൽ പരിസരം വൃത്തിയാക്കാനോ ഒരു നടപടി നമ്മുടെ ഈ കേരളത്തിലില്ല. നമ്മളിപ്പോൾ ഒരു റോഡിൽ കൂടെ അല്പം നമ്മുടെ റോഡിൻ്റെ അരികൾ, ആ ചാലുകളും ഓടകളും തോടുകളൊക്കെ കിടക്കുന്ന കാഴ്ച കാണുന്നു. മാലിന്യങ്ങൾ ആൾക്കാർ വലിച്ചെറിഞ്ഞതും ഇതും ഈച്ചയും കൊതുകും പ്രാണികളും ബലികളും. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ അവിടെ പട്ടികളുടെ കൂട്ടമാണ് പല റെയിൽവേ സ്റ്റേഷനുകളിൽ. അതുപോലെ എലികൾ പകല പ്ലാറ്റ്ഫോമിലൂടെ ഓടി നടക്കുന്നു. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പുറകിൽ രാഷ്ട്രീയമുണ്ട്. ഇത്തരം ഈ അണുബാധകളുടെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അണുബാധ എന്ന് പറയുമ്പോൾ വൈറസ് ബാധകളാണ് നമ്മൾ പേശിക്കല്ലിയാണ്. ഒരു വൈറസ് എന്ന് പറയുന്നത് 1 ഇഞ്ചിൻ്റെ 25,000-ൽ ഒരു ഭാഗമാണ് അതിൻ്റെ വലിപ്പം. ഇതിനെ നശിപ്പിക്കാൻ നമുക്ക് ഇത്രയും സാധ്യതകളുണ്ടായിട്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. വേറൊരു പ്രത്യേകതയുള്ളത്, നമ്മുടെ രാഷ്ട്രീയ നേതാക്കളായാലും ഭരണാധികാരികളായാലും ഇവരോട് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വേദനിച്ചിട്ടുണ്ട് പലപ്പോഴും. ഇതൊക്കെ പോയി കഴിഞ്ഞ് അവരുടെ ചിരിയുണ്ട്, ഇത് പോണേ എന്നുള്ള രൂപത്തിൽ.
സത്യത്തിൽ അത് കഴിയുമ്പോൾ നമ്മൾ പോരുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയുള്ള വികാരം ഈ വിവരമില്ലാത്തവരാണല്ലോ സംസാരിക്കേണ്ടി വന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഗതികേട് എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു ആത്മനിന്ദ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പ്രസംഗിച്ചത് കൊണ്ട് രാഷ്ട്രീയ നേതാക്കളും ഭരണാധികാരികളും വെല്ലുവിളികൾ നടത്തിയോണ്ടൊന്നും കാര്യമില്ല. ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യണം. ഇത്തരം അണുബാധകളെ വൈദ്യശാസ്ത്ര രംഗത്ത് വിദഗ്ധർ, അത് ഏറ്റവും പുതിയ അറിവുകൾ പ്രയോജനപ്പെടുന്നത് ആരോഗ്യ വിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കണം. അല്ലെങ്കിൽ ഇതിങ്ങനെ ഈ രാഷ്ട്രീയക്കാരെ വെല്ലുവിളി പിന്നെ എന്താ ഞാൻ പറയാം, വല്ലാത്തൊരവസ്ഥ. ഇത് വളരെ മോശമാണ്. ഇത് ജനദ്രോഹമാണ്. ഇവിടെ ഇതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ഒരു വൈദ്യശാസ്ത്ര രംഗത്ത് ഒരുപാട് അറിവുകളുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇത് പ്രയോജനപ്പെടുത്താൻ പോയാലാണ് അപകടം. അതാണ് പറയാനുള്ളത്.